അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, വളരെ ചെറിയ മൈക്രോ VCs ഉണ്ട്, സീഡ് സ്റ്റേജിൽ ഫണ്ട് ചെയ്യുന്നവർ, ചില ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, KFC പോലെ, KSIDC. ഇവരൊക്കെ നമ്മൾ ഏതിലെടുക്കുന്നത്? സീഡ് ഫണ്ടിലെടുക്കാം. ഇവരെല്ലാം നമുക്കൊരു സീഡ് ഫണ്ട് കാറ്റഗറിയിൽ പെടുത്താം. കാര്യം അത് സീഡാണ്, പുറത്തേക്ക് വന്നിട്ടുള്ളത്. പല ഇൻവെസ്റ്റേഴ്സും ഇപ്പം ഏഞ്ചൽ ഇൻവെസ്റ്റിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റിങ് അവരുടെ തന്നെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ഭാഗമായിട്ട് കണ്ടു തുടങ്ങി. നേരത്തെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സാധനം അയ്യോ ഇല്ല, അത് പേടിയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ തൊടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പല ഇൻവെസ്റ്റേഴ്സും അവരുടെ ഓവറോൾ പോർട്ട്ഫോളിയോ മെയിനായിട്ട് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാവാം, അല്ലെങ്കിൽ ബാങ്കിലാവാം, മ്യൂച്വൽ ഫണ്ടിലാവാം. പക്ഷെ അവരൊരു ചെറിയ പെർസെൻറ്റേജ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ പലപ്പോഴും അവർ ഗ്രോത്ത് സ്റ്റേജിലേക്ക് ഫണ്ട് ചെയ്യാനാണ് അവർ വരുന്നത്. അവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ മെത്തഡോളജി ഉണ്ടാവും. അവർ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. പല VC ഫണ്ട്സിനും അവരുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തീസിസ് ഉണ്ട്. ഏത് സെക്ടറിലാണോ ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന VC ഫേംസിനെ, ഫണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരുമായിട്ട് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ മുമ്പോട്ട് പോകാൻ പറ്റൂ. അല്ലാതെ നമ്മുടെ സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യതയില്ലാത്ത, ആ ഒരു തീസിസ് ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, യൂസ് ഇല്ല.